സത്യം പറഞ്ഞാൽ പത്മകുമാർ അവിടെ വരുന്നത് എങ്ങനെയാണ്? പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കെ അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി ഏറ്റവും ഇഷ്ടക്കാരനായിട്ടുള്ള പത്മകുമാറിനെ ആ പണി ഏൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. പത്മകുമാർ ചെയ്തത് എന്താണ്? അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ ഈ പണി വർഷമായിട്ട് ചുരുക്കി ഒരു ഓർഡിനൻസ് ഇറക്കി കൊണ്ടുവന്നതാണ്. അതെ, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അവരുടെ MLA ആയിരുന്ന, അവരുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന, സംസ്ഥാന സമിതിയുടെ ആളായിരുന്ന പത്മകുമാറിനെ കൊണ്ടുവന്ന് അവിടേക്ക് പ്ലേസ് ചെയ്യുകയാണ്. മറ്റൊരാളിന്റെ ടേമിനെ അവിടെ ലിമിറ്റ് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവർക്ക് ഇഷ്ടമുള്ള ആളിനെ അവിടെ തിരികെ കയറ്റി. പത്മകുമാറും അത്ര തന്നെ ചെയ്തുള്ളൂ. പത്മകുമാറിന് ഇഷ്ടപ്പെട്ടിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ കയറ്റി. അയാൾക്ക് ടെൻഡർ ഇല്ലാതെ, അയാൾ എവിടെയാണിത് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാതെ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടത്തി. പക്ഷേ സത്യം കാലം തെളിയിച്ചു. ഒരു ഉത്തരത്തിനായി ഒരു ചോദ്യം. രാഹുൽ ഈശ്വർ ഈ ചർച്ചകളിലൊക്കെ പറഞ്ഞിരുന്നത് പത്മകുമാർ സാർ ആവരുതേ, പത്മകുമാർ സാർ അറസ്റ്റിൽ ആവരുതേ, അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന എന്നാണ്. രാഹുലിൻ്റെ പ്രാർത്ഥന അയ്യപ്പൻ കേട്ടില്ല, പത്മകുമാർ അറസ്റ്റിലായി, ഇപ്പോൾ കൊല്ലം കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. ഞാൻ അവിടെ തനിക്ക് വേണ്ടി ഒരു ആവശ്യമില്ലാതെ വാദിച്ചു, എല്ലാം വേസ്റ്റ്. പത്മകുമാർ സാറിനെ വ്യക്തിപരമായ അടുപ്പവും പരിചയമുള്ള ഒരു ആളാണ് ഞാൻ. പത്മകുമാർ സാർ ആകുന്നതിൽ വിഷമം മാത്രമാണുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ കൂടുതൽ വിഷമം തോന്നുന്നത് ഇപ്പൊ വാസു സാറൊക്കെ ആദ്യം മുതലേ വിശ്വാസികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ബാലൻസ് എങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ ബാലൻസ് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കുകയെങ്കിലും ചെയ്ത ഒരാളാണ് പത്മകുമാർ സാർ. പറയാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ അറസ്റ്റിലാകുന്ന ദേവസ്വം പ്രസിഡന്റുമാരാണ് വാസു സാറിന്റെ കാലഘട്ടം വേറെയായിരുന്നു, ഇനി പത്മകുമാർ സാർ. തീർന്നില്ല, ഇത് വാതിൽ പടികളാണ്, കട്ടളപ്പടികളാണ്. ഇനിയും ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. ഞാനിപ്പോൾ ആലോചിച്ചത്, മുമ്പെങ്ങാണമായിരുന്നു രാഹുൽ ഈശ്വർ ജീവിച്ചിരുന്നതെങ്കിൽ വെള്ളായടി പരബ് സാർ, ഇത്തിക്കര പക്കി സാർ എന്നൊക്കെ പറയുമായിരുന്നു. ഇടവേള ശേഷം പെട്ടെന്ന് ഒരു കാര്യം കൂടെ, നേരത്തെ ശ്രീ വിനു പറഞ്ഞ റെഫറൻസിനേക്കാൾ രൂക്ഷമായിട്ടൊരു കാര്യം പറയാം. അതായത് വെള്ളായണി പരമവും ഇത്തിക്കരപ്പക്കിയും ഒക്കെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പണക്കാരിയിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നവരാണ്. പക്ഷേ ദേവസ്വം ബോർഡിന് ആ മാപ്പ് പോലും ഇല്ല. കാര്യം അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു, ഏകദേശം അറിയായിരുന്നു. മനുഷ്യനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? എൻ വാസു അറസ്റ്റിലായ ദിവസം പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസിന് അഭിമാനമുണ്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. അതായത് PS പ്രശാന്തിൻ്റെ കാലത്ത് സെപ്റ്റംബർ 7-ാം തീയതി ദ്വാരപാലക ശില്പങ്ങൾ നിയമവിരുദ്ധമായി ഇളക്കിയെടുത്ത് 8-ാം തീയതി അത് പോറ്റിക്ക് കൊടുത്ത് ചെന്നൈയിലേക്ക് അയച്ചത് റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് കള്ളവാർത്ത എന്ന വാർത്താക്കുറിപ്പ് ഇറക്കിയ ആളാണ് PS പ്രശാന്ത്. പിന്നീടും പലതവണ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെ പരിഹസിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി. ആ ദേവസ്വം മന്ത്രിക്ക് എൻ വാസുവിൻ്റെ അറസ്റ്റ് സമർപ്പിച്ചതുപോലെ പത്മകുമാറിൻ്റെ അറസ്റ്റും ഏഷ്യാനെറ്റ് ന്യൂസ് സമർപ്പിക്കുന്നു. എനിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ജോസഫ് സി മാത്യു, കള്ളനല്ല കള്ളന്മാർ വാസവന്റെ CPM കപ്പലിലായിരുന്നുവെന്ന് ബോധ്യപ്പെടുകയാണോ? നമ്മൾ പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങളും അറിയുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാമല്ലോ ഇത് പ്രശ്നമായി തുടങ്ങിയെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തന്നെ ഇതിനെയെല്ലാം മറ പിടിക്കാനുള്ളതാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. മനസ്സിലായി. അതിനെ പൊളിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാണ് നിങ്ങളുടെ വാർത്ത ഉൾപ്പെടെ എന്നാണല്ലോ ഇവർ പറയുന്നത്. പക്ഷെ ആ സംഗമത്തിന്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അതിലെ സ്പോൺസർമാരെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അതും കൂടി സത്യത്തിൽ SIT അന്വേഷിക്കേണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും കേവലം ഒരു വാസുവിൽ ആരംഭിച്ച് പത്മകുമാറിൽ അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. എന്താ നിന്റെ ഉദ്ദേശം? അത് കേവലം പത്മകുമാറിനും അല്ലെങ്കിൽ വാസുവിനും മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ മുരാരി ബാബുവിനോ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അപ്പോൾ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയും ആസൂത്രണവും തയ്യാറെടുപ്പും ഈ തട്ടിപ്പിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ അന്വേഷണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്കോ അന്നത്തെ സെക്രട്ടറിയിലേക്കോ അന്നത്തെ മുഖ്യമന്ത്രിയിലേക്ക് പോയി ചേർന്ന് എത്തിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. കാരണം അത്ര വലിയ അതിക്രമമാണ്, അത്ര വലിയ കൊള്ളയാണ്, പകൽ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നാണ് ഇപ്പോൾ സഖാക്കൾ പറയുന്നത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കാൻ പോരാ, അവരെ കൊണ്ട് ഉപ്പ് തീറ്റിച്ചവരും വെള്ളം കുടിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. കാരണം ശ്രീ പത്മകുമാർ ഈ തട്ടിപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയുടെ കാലത്താണ് അത് ഉണ്ടായത് എന്ന് പറയുമ്പോഴും അദ്ദേഹം തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുന്നത് ദൈവതുല്യരായിട്ട് കരുതുന്ന പല ആൾക്കാരും ഇതിന് പിന്നിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി പറയണം. അത് എന്തായാലും അദ്ദേഹത്തിനേക്കാൾ താഴെ ഒരു ചുമതലയിൽ നിന്നിരുന്ന ആൾക്കാരെ അദ്ദേഹം ദൈവമായിട്ട് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഊപ്പർവാല ആരാണ് എന്നുള്ളത് പറയണം. അപ്പം പിന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരാമർശം 2019 മുതലുള്ള തട്ടിപ്പ് മറച്ചു വെക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് 2025 നടന്നത് എന്ന് അന്വേഷണ സംഘമല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമല്ല, ഇവിടുത്തെ BJP പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, അത് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സംശയിച്ചൂടാ? അത് കറക്റ്റാണ്. ചർച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ശബരിമല കൊള്ളയടിച്ചു എന്നതല്ലേ യാഥാർത്ഥ്യം? അവർ നിയോഗിച്ച പാർട്ടിക്കാരായ നേതാക്കൾ ശബരിമലയിൽ വന്ന് ശ്രീകോവിലിൽ നിന്നടക്കം കൊള്ള നടത്തി എന്ന് വേണ്ടേ ജനങ്ങൾ കരുതാൻ? ഇത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ മോഷണം ചെയ്യുന്ന ഒരു പ്രക്രിയയിലാണ് ഇവരെല്ലാം കൂടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും അതിനെ കവറപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഒരാൾ പോലും ഈ കുറ്റക്കാർക്കെതിരായി സംസാരിക്കുകയോ നടപടിയെടുക്കാനോ ശ്രമിച്ചില്ല. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കി പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് ജനാധിപത്യം നഷ്ടപ്പെടുകയും പിന്നീട് വലിയ പോരാട്ടം അന്വേഷിക്കണമെങ്കിൽ, കുറ്റക്കാർ പിടിക്കപ്പെടണമെങ്കിൽ കേരള ഹൈക്കോടതി ഇടപെടണം. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് ശരിയായ ദർശനം കിട്ടണമെങ്കിൽ കേരള ഹൈക്കോടതി ഇടപെടണം. അവിടെ മൂക്കുപൊത്തി മാത്രം പോകാൻ കഴിയുന്ന ശുചിമുറികൾ തുറന്ന് വൃത്തിയാക്കണമെങ്കിൽ കേരള ഹൈക്കോടതി ഇടപെടണം. നാട്ടുകാർ കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും, കേൾക്കട്ടെ. ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. അവിടെ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ ക്യൂ കോംപ്ലക്സിൽ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ കേരള ഹൈക്കോടതി ഇടപെടണം. ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതെല്ലാം കോടതിയുടെ മേൽനോട്ടമുണ്ടെങ്കിൽ മാത്രമേ നടപ്പാവൂ. ജനങ്ങളെ കൊല്ലാൻ വിടരുതെന്ന് പറയാൻ പോലും ഒരു കോടതി വേണമെന്ന സ്ഥിതിയാണ്. ഞാനും എന്റെ ഈ പടയും ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ഇതേ ശാന്തിയോടും സമാധാനത്തോടും ഒക്കെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ ഈ ഭരിക്കുന്നവർ എന്തിനാണ്? പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. എന്തിനാണ് ഇവർ ആഗോള അയ്യപ്പ സംഗമം നടത്തി ജനങ്ങളെ പറ്റിക്കുന്നത്? എന്തിനാണ് ഇവർ സെപ്റ്റംബർ മാസം 7-ാം തീയതി തന്നെ ഇളക്കി ദ്വാരപാലക ശില്പങ്ങൾ മറ്റൊരു സീസൺ വരുന്നതിന് മുമ്പേ സ്വർണം പൂശിക്കൊണ്ടുവരാൻ അയക്കുന്നത്? അതിന് തീരുമാനമെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ആ കാലത്ത് ശബരിമലയിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു? ആ സെപ്റ്റംബറിന് മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങേണ്ട ഓരോരുക്കും അവിടെ നടന്നിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി പൂശാനായിരുന്നു ധൃതി. അപ്പോൾ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? കൊള്ള മാത്രമാണ്. ഇന്ന് അറസ്റ്റിലായ പത്മകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതൊരു പ്രവാചക ശബ്ദമായി എടുക്കാം. കൊള്ളക്കാരനാണ് പറയുന്നതെങ്കിൽ അതുകൂടി കേൾക്കാം. ശബരിമല മാത്രമല്ല, ഇനിയിപ്പോ മറ്റു പലയിടത്തെ കാര്യങ്ങൾ വരും. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? അങ്ങനെ വരട്ടെ, എല്ലാം പുറത്തു വരട്ടെ. അതാണ്